നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് കൂൾ ബാറിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന പിങ്ക് ലൈമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് പിങ്ക് ലൈം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ നാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നാരങ്ങയുടെ അളവ് നിങ്ങളുടെ പുളിക്കനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ കുരു ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലെല്ലാം അടിക്കുന്ന സമയത്ത് ലൈമിന് നല്ല കയ്പ്പ് വരും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ലൈമിന് പിങ്ക് കളർ നൽകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 മുന്തിരിയാണ് കേട്ടോ. ഞാനിപ്പോൾ 2 ഗ്ലാസിൻ്റെ അളവാണ് ലൈം കാണിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്രേപ്പ് എന്ന രീതിയിൽ 2 മുന്തിരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരുപാട് ഒന്നും വേണ്ട, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂൾ ബാറിലൊക്കെ ചെന്നാൽ ട്രെൻഡിങ്ങിലുള്ളൊരു ലൈമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളമാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ദാ ലൈം ഞാൻ നല്ല പോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു കപ്പിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നല്ല പോലെ ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ലൈം ഞാൻ നല്ല പോലെ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമില്ല ഐസ് ക്യൂബ് ഇടണമെന്ന്. അപ്പോൾ തണവ് ഒരുപാട് വേണ്ടാത്തവരാണെങ്കിൽ ഐസ് ക്യൂബ് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ലൈം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ വേനൽക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. കൂൾ ബാറിൽ ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക്